ഹായ് എവരിവൺ, വെൽക്കം ടു AM ഫുഡ് കോർട്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ. അതിനായിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കൻ ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. അതിനുള്ള ഇൻഗ്രീഡിയൻസ്: ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, സീസണിങ് സാൾട്ട്, 2 eggs, ബ്ലാക്ക് പെപ്പർ, പാപ്രിക്ക, സം വെജിറ്റബിൾ ഓയിൽ, യോഗട്ട്, കോൺസ്റ്റാർച്ച്, ബ്രെഡ് ക്രംസ്, ഫ്ലവർ. ആദ്യം നമുക്ക് ഈ ചിക്കന് മാരിനേറ്റ് ചെയ്യാം. അതിന് ഓണിയൻ പൗഡർ 1 ടേബിൾ സ്പൂൺ, ഗാർലിക് പൗഡർ 1 ടേബിൾ സ്പൂൺ, സീസണിങ് സാൾട്ട് 1 ടേബിൾ സ്പൂൺ, പാപ്രിക്ക 1 ടേബിൾ സ്പൂൺ, ഓയിൽ 2 ടേബിൾ സ്പൂൺ, യോഗട്ട് 2 ടേബിൾ സ്പൂൺ, എഗ്ഗ് 2 എണ്ണം, കോൺസ്റ്റാർച്ച് 2 ടേബിൾ സ്പൂൺ, ഫ്ലവർ 2 ടേബിൾ സ്പൂൺ. ഇനി ഇത് നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്യാം. നല്ലവണ്ണം എല്ലാ പീസിലും നല്ലവണ്ണം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായിട്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ചിക്കൻ മാറ്റി വെച്ച് പിന്നെ നമുക്ക് ഈ ഫ്ലവർ സീസൺ ചെയ്യണം. അപ്പം ബ്രെഡ് ക്രംസ് 2 കപ്പ്, കോൺസ്റ്റാർച്ച് 3 ടേബിൾ സ്പൂൺ, ഓണിയൻ പൗഡർ 1 ടേബിൾ സ്പൂൺ, ഗാർലിക് പൗഡർ 1 ടേബിൾ സ്പൂൺ, പാപ്രിക്ക 2 ടേബിൾ സ്പൂൺ, ബ്ലാക്ക് പെപ്പർ 1 ടേബിൾ സ്പൂൺ, സീസണിങ് സാൾട്ട് 1 ടേബിൾ സ്പൂൺ. ഇത് നമുക്ക് ഇനി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇനി ചിക്കൻ ഫ്രൈ ചെയ്യണം. ഈ ഫ്ലവറിനകത്ത് മുക്കി ചിക്കൻ ഫ്രൈ ചെയ്യണം. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി വറക്കാവേ, ഫ്രൈ ചെയ്യാം. ഇത് നന്നായിട്ട് ഈ ഫ്ലവർ നന്നായിട്ട് കോട്ട് ചെയ്യണം.
ഒരു 2 ഭാഗത്തായിട്ട് വറുത്തെടുക്കാം. അതൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പം മൂത്ത് വരുന്നുണ്ട്. കുറച്ചും കൂടെ കിടക്കണം, നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വേണം. അപ്പം നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്യാം, ടെമ്പറേച്ചർ നോക്കാം. 165 ഡിഗ്രി ടെമ്പറേച്ചർ ആയാൽ അത് കുക്ക് ചെയ്യുന്നുള്ളതാണ്, റെഡി ആയെന്നുള്ളതാണ്. ഇപ്പോൾ 170 ആയിട്ടുണ്ട്, ഇത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം, ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ബാച്ചിടാവേ. അപ്പോൾ എല്ലാം റെഡി ആയിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ KFC സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ എടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യുവാണേ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.